കോൺഗ്രസിന് പല തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളും കഴിഞ്ഞ കുറെ നാളുകളായി ഉണ്ടാകാറുണ്ട്. ഈ തന്ത്രങ്ങളൊന്നും വേണ്ടത്ര ഫലിക്കുന്നുമില്ല. പുതിയൊരു തന്ത്രവുമായി കോൺഗ്രസ് ബീഹാറിലേക്ക് എത്തുന്നു. തെരഞ്ഞെടുപ്പ് ആസന്നമായ ബീഹാറിൽ സാനിറ്ററി നാപ്കിനിൽ രാഹുൽ ഗാന്ധിയുടെ പടം വെച്ചുകൊണ്ടാണ് പുതിയ തന്ത്രം ഇറക്കുന്നത്. ബീഹാറിലെ കോൺഗ്രസിനെ രാഹുൽ ഗാന്ധിയുടെ ഈ പാട്ട്മാൻ തന്ത്രമേൽക്കുമോ എന്നതാണ് ഇപ്പോൾ ചർച്ച ചെയ്യുന്ന വിഷയം. ലോക്സഭാ പ്രതിപക്ഷ നേതാവായി രാഹുൽ ഗാന്ധി ഒരു വർഷം പിന്നിടുകയാണ്. ബീഹാറിൽ സാനിറ്ററി നാപ്കിന്റെ പരസ്യത്തിലാണ് രാഹുൽ ഗാന്ധിയുടെ മുഖം വരുന്നത്. ഇത് ചർച്ചയാവുകയും ചെയ്യുന്നു. ആർത്തവ ശുചിത്വ അവബോധം ഉണ്ടാക്കാനായി കോൺഗ്രസ് പാർട്ടി തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ബീഹാറിൽ നടത്തിയ സാനിറ്ററി പാഡ് വിതരണമാണ് ഇപ്പോൾ ചർച്ചയാവുന്നത്. പരിഹാസവും എതിർപ്പുമായി BJPയും രംഗത്തെത്തി. പാഡ് വിതരണമോ തെരഞ്ഞെടുപ്പ് തന്ത്രമോ ഒന്നുമല്ല ബീഹാറിലെ BJPക്ക് പ്രശ്നമായി തോന്നിയത്. കാരണം സാനിറ്ററി നാപ്കിനിലെ രാഹുൽ ഗാന്ധിയുടെ ചിത്രം തന്നെയാണ്. രാഹുൽ ഗാന്ധി എന്ന ഒരു പുരുഷന്റെ ചിത്രം പാഡ് പാക്കറ്റിന്റെ മുകളിൽ കൊടുത്തിരിക്കുന്നത് ബീഹാറിലെ സ്ത്രീകളെ അപമാനിക്കുന്നതാണ് എന്നാണ് BJP ആരോപിക്കുന്നത്. കോൺഗ്രസ് സ്ത്രീവിരുദ്ധ പാർട്ടിയാണെന്നും ബീഹാറിലെ സ്ത്രീകൾ കോൺഗ്രസിനെയും കോൺഗ്രസ് സഖ്യകക്ഷിയായ RJDയെയും പാഠം പഠിപ്പിക്കുമെന്നും BJP ദേശീയ വക്താവ് പ്രദീപ് ഭണ്ഡാരി എക്സ് പ്ലാറ്റ്ഫോമിൽ കുറിച്ചു. ബീഹാറിലെ 5 ലക്ഷം സ്ത്രീകൾക്കാണ് പ്രിയദർശിനി ഉഡാൻ യോജന എന്ന് പേരിട്ടിരിക്കുന്ന പദ്ധതിയിലൂടെ കോൺഗ്രസ് പാഡ് വിതരണം ചെയ്യുന്നത്. ബീഹാർ കോൺഗ്രസ് അധ്യക്ഷൻ രാജേഷ് കുമാർ വെള്ളിയാഴ്ച വാർത്താ സമ്മേളനത്തിലൂടെ കോൺഗ്രസിന്റെ ക്യാമ്പയിനെ കുറിച്ച് അറിയിക്കുകയും മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ പാഡ് വിതരണം ചെയ്യുമെന്നും ആർത്തവ ശുചിത്വത്തെ കുറിച്ച് അവബോധം വളർത്താൻ വേണ്ടത് ചെയ്യുമെന്നും വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം അധികാരത്തിലെത്തിയാൽ മായി ബഹൻമാൻ യോജനയിലൂടെ പ്രതിമാസം 2500 രൂപ സ്ത്രീകൾക്ക് ലഭ്യമാക്കുമെന്നും കോൺഗ്രസും RJDയും നയിക്കുന്ന പ്രതിപക്ഷത്തുള്ള മഹാഗഡ്ബന്ധൻ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. മഹിളാ കോൺഗ്രസ് ദേശീയ അധ്യക്ഷ അൽക്ക ലാംബ കഴിഞ്ഞ കുറച്ചു നാളുകളായി തന്നെ ബീഹാറിലെ ആർത്തവ ശുചിത്വ പ്രശ്നങ്ങളെ കുറിച്ചും സ്കൂളുകളിൽ സാനിറ്ററി നാപ്കിൻ സൗകര്യം ഇല്ലാത്തതിനെ കുറിച്ചും ആവർത്തിച്ച് വിമർശനം ഉന്നയിക്കുന്നുണ്ട്. ബീഹാറിലെ 80% പെൺകുട്ടികൾക്കും ആർത്തവ സമയത്ത് പാഡ് കിട്ടുന്നില്ല എന്നുള്ളതും അവർ ചൂണ്ടിക്കാട്ടിയിരുന്നു. 40,000 സ്കൂളുകളുള്ള ബീഹാറിൽ 350 സ്കൂളുകളിൽ മാത്രമാണ് സാനിറ്ററി പാഡ് ലഭ്യമാക്കാനുള്ള സൗകര്യമുള്ളതെന്നും അൽക്ക ലാംബ വിമർശിച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് മുൻകൂട്ടി പ്രഖ്യാപിച്ച പാഡ് വിതരണം കോൺഗ്രസ് നടത്തിയത്. പക്ഷേ സാനിറ്ററി നാപ്കിൻ കവറിൽ രാഹുൽ ഗാന്ധിയുടെ ചിത്രം കണ്ടതോടെ സ്ത്രീകളെ അപമാനിച്ചു എന്ന് പറഞ്ഞ് രാജ്യം ഭരിക്കുന്ന പാർട്ടി തന്നെ വിമർശനം ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. കോൺഗ്രസ് പ്രഖ്യാപിച്ച പ്രചരണത്തെ കേന്ദ്രമന്ത്രിയും LJP നേതാവുമായ ചിരാഗ് പാസ്വാനും അപലപിച്ചു. സാനിറ്ററി പാഡിൽ രാഹുൽ ഗാന്ധിയുടെ ചിത്രം വയ്ക്കുന്നത് അനുചിതമായ തീരുമാനമാണെന്നും പറയുന്നുണ്ട്. സാനിറ്ററി പാഡിൽ പുരുഷനായ രാഹുൽ ഗാന്ധിയുടെ ചിത്രമുള്ളത് സ്ത്രീകളുടെ അന്തസ്സിനെ ഹനിക്കുന്നതാണെന്ന് BJP സഖ്യകക്ഷി JDUവിന്റെ MLCയും വക്താവുമായ നീരജ് കുമാർ പറയുന്നു. ഇനി BJP വക്താവ് കുണ്ടൽ കൃഷ്ണ പറയുന്നത് ബീഹാറിലെ സ്ത്രീകൾക്ക് വേണ്ടി ചെയ്യേണ്ടതെല്ലാം സർക്കാർ ചെയ്യുന്നുണ്ടെന്നാണ്. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സാധ്യതകളെ കുറിച്ച് ആശങ്കാകുലരായ കോൺഗ്രസ് അതിന്റെ പ്രത്യയശാസ്ത്രപരമായ പാപ്പരത്വമാണ് സാനിറ്ററി നാപ്കിൻ വിഷയത്തിൽ തെളിയിച്ചിരിക്കുന്നതെന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. രാഹുൽ ഗാന്ധിക്ക് മാന്യതയുടെ അഭാവത്തിൽ കാര്യത്തിൽ കുപ്രസിദ്ധിയുണ്ടെന്നും ഈ സ്വഭാവം പാർട്ടിയെ ബാധിച്ചതായി തോന്നുന്നുവെന്നും കൃഷ്ണയും പറയുന്നു. വിമർശനങ്ങൾക്ക് മറുപടിയുമായി കോൺഗ്രസ് നേതാവ് അൽക്ക ലാംബയും രംഗത്തെത്തിയിട്ടുണ്ട്. ഇനിയും ആർത്തവ സമയത്ത് സ്ത്രീകൾ തുണി ഉപയോഗിക്കണമെന്നാണോ വിമർശിക്കുന്നവരുടെ ആഗ്രഹമെന്നും അവർ തിരിച്ചു ചോദിക്കുന്നു. ഈ ആധുനിക കാലത്ത് രാഹുൽ ഗാന്ധിയുടെ ഫോട്ടോ പാക്കറ്റുകൾ പതിച്ചത് എന്തുകൊണ്ടാണെന്ന ചോദ്യമല്ലേ ഉയരേണ്ടത്? പകരം ബീഹാറിലെ പെൺമക്കൾ ഇപ്പോഴും ആർത്തവ കാലത്ത് തുണി ഉപയോഗിച്ച് അസുഖബാധിതരാകാൻ നിർബന്ധിതരാകുന്നത് എന്തുകൊണ്ടാണെന്ന ചോദ്യമാണ് ഉയരേണ്ടത്. BJP എപ്പോഴും സ്ത്രീവിരുദ്ധ മനോഭാവമുള്ള പാർട്ടിയാണെന്നും അൽക്ക തുറന്നടിക്കുന്നു. രാജ്യത്തെ പകുതിയോളം വരുന്ന സ്ത്രീ വോട്ടർമാരെ സ്വാധീനിക്കാനുള്ള തന്ത്രങ്ങളാണ് ഈ കഴിഞ്ഞ കുറച്ചു തെരഞ്ഞെടുപ്പുകളിലെല്ലാം കണ്ടത്. BJP പല സംസ്ഥാനങ്ങളിലും കേന്ദ്രത്തിലും വിജയിച്ച ഒരു തന്ത്രം വേറിട്ട രീതിയിൽ കോൺഗ്രസ് ഉപയോഗിക്കുന്നു എന്നേയുള്ളൂ. ഇപ്പോൾ അത് BJPയെ ചൊടിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. നിതീഷ് കുമാർ സർക്കാർ ഏകദേശം 2 കോടി സ്ത്രീകളിലേക്ക് എത്തുന്ന മഹിളാ സംവാദ് എന്ന പദ്ധതി ഇപ്പോൾ തന്നെ നടപ്പിലാക്കിയിട്ടുണ്ട്. BJP അവസാനം ജയിച്ചു കയറിയ മഹാരാഷ്ട്രയിൽ മുഖ്യമന്ത്രി മാജി ലഡ്കി ബഹിൻ യോജന ഉണ്ടായിരുന്നു. ഛത്തീസ്ഗഡിലെ BJP വിജയത്തിന് പിന്നിൽ മഹാദരി വന്ദൻ യോജന ഉണ്ടായിരുന്നു. മധ്യപ്രദേശിൽ BJP മുഖ്യമന്ത്രി ലാഡ്ലി ബഹ്ന യോജനയാണ് തെരഞ്ഞെടുപ്പിൽ ഉപയോഗിച്ചത്. അങ്ങ് കേന്ദ്രത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി PM ഉജ്ജ്വല യോജന പദ്ധതിയുടെ ഭാഗമായി ഗ്യാസ് സിലിണ്ടർ സ്ത്രീകൾക്ക് നൽകുന്ന ചിത്രം പമ്പുകളിൽ പ്രദർശിപ്പിക്കണമെന്ന നിർബന്ധമുണ്ടായിരുന്നു എന്നും പറയപ്പെടുന്നു. കോവിഡ് വാക്സിനേഷൻ സർട്ടിഫിക്കറ്റിൽ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന മോദിയുടെ ചിത്രമുണ്ടായിരുന്നു എന്ന് കോൺഗ്രസ് പാർട്ടിയും പാർട്ടി പ്രവർത്തകരും നടത്തിയ പദ്ധതിയിൽ പറയുന്നുണ്ട്. കോൺഗ്രസ് പാർട്ടിയും പ്രവർത്തകരുമൊക്കെ എതിർപ്പും വിമർശനവും ഉന്നയിക്കുന്നു. കോൺഗ്രസ് പ്രവർത്തകരും പാർട്ടിയും നടത്തിയ ഒരു പദ്ധതിയിൽ രാഹുൽ ഗാന്ധിയുടെ പടം വന്നത് BJPയെ ചൊടിപ്പിക്കുന്നു എന്നത് വിചിത്രമാണെന്നും ഇവർ വ്യക്തമാക്കുന്നു.
ഇനി BJP-ക്കാർക്ക് മനുസ്മൃതി കാലത്തേക്ക് പോലെയുള്ള ചിന്താഗതിയാണെങ്കിലും ബാക്കിയുള്ളവർക്ക് പൊതിഞ്ഞു പിടിച്ച് നാപ്കിൻ കൊണ്ടു നടക്കേണ്ട സമയമൊക്കെ കഴിഞ്ഞു എന്നാണ്. ഏതായാലും ഇതുവരെ കോൺഗ്രസിന്റെ ഒരു തെരഞ്ഞെടുപ്പ് തന്ത്രവും വിജയിച്ചിട്ടില്ല. കഴിഞ്ഞ 15 വർഷത്തിലേറെയായി പല തന്ത്രങ്ങളും പയറ്റി നോക്കിയിട്ടും വിജയിക്കാൻ കഴിയാത്ത കോൺഗ്രസ് ഇപ്പോൾ സാനിറ്ററി നാപ്കിൻ രാഹുൽ ഗാന്ധിയുടെ പടം വെക്കുമ്പോൾ ഈ പാഡ്മാൻ നമ്പർ ഏൽക്കുമോ എന്നുള്ളതാണ് സാധാരണഗതിയിൽ ഏവരും ചോദിക്കുന്ന ചോദ്യം. ഏതായാലും രാഹുൽ ഗാന്ധിയുടെ പാഡ്മാൻ തന്ത്രം ഏൽക്കുമോ എന്ന് വരുന്ന തിരഞ്ഞെടുപ്പോടുകൂടി മാത്രമേ വ്യക്തമാവുകയുള്ളൂ. മറ്റേതു തന്ത്രത്തെക്കാളും ഉപരി സ്ത്രീകളെ സ്വാധീനിക്കലാണ് ഭാരതത്തിൽ വോട്ട് മറിക്കാനുള്ള മാർഗമെന്ന് ഇപ്പോൾ കോൺഗ്രസ് തിരിച്ചറിയുന്നുമുണ്ട്. അതുകൊണ്ടാണ് പുതിയ തന്ത്രവുമായി കോൺഗ്രസ് രംഗത്തെത്തുന്നതെന്ന് വ്യക്തമാവുകയും ചെയ്യുന്നു.